കോഴിക്കോടിനെ അടയാളപ്പെടുത്തുമ്പോൾ മാനാഞ്ചിറയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. മാനാഞ്ചിറയിലേക്ക് നിരവധിയായ ആളുകളാണ് എല്ലാ ദിവസവും ഒഴുകിയെത്താറ്. ഇന്ന് ആ മാനാഞ്ചിറ വലിയ ദീപാലങ്കൃതങ്ങളാൽ മനോഹരമാക്കപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ടൂറിസം വകുപ്പും അതുപോലെ തന്നെ കോഴിക്കോട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആണ് ഇത്തരം ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസ് ഇന്ന് ഔപചാരികമായി നിർവഹിച്ചു. അല്ല, നമ്മളെ കൂട്ടുകാരുമായി വരിക. ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അന്ന് മാനാഞ്ചിറ സ്ക്വയർ ഇല്ല, മാനാഞ്ചിറയാണ്. കൂട്ടുകാരായിട്ട് ഇപ്പൊ ഇവിടെ വരിക, സന്തോഷിക്കുക, കുടുംബമായിട്ട് വരിക, ഒറ്റയ്ക്ക് വരിക. ചിലർ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ സെൽഫി എടുക്കുക, ഇത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. അപ്പൊ ഒരു പോസിറ്റീവ് എനർജിയാണ്. എല്ലാവരും ഒന്നിക്കുക, സന്തോഷം, മതസാഹോദര്യം, സ്നേഹം എല്ലാമാണ് ഈ ദീപാലങ്കൃതമായ കോഴിക്കോടിന്റെ ഹൃദയമായ മാനാഞ്ചിറ സ്ക്വയർ. കോഴിക്കോട് മൊത്തത്തിൽ മാറുകയാണ്. അതെ, കോഴിക്കോട് മൊത്തം. ഇനി നമ്മുടെ പാലങ്ങളൊക്കെ ഇങ്ങനെ ദീപാലങ്കൃതമാകാൻ വേണ്ടി പോവാണ്. ഭാവിയിൽ 2024-25 വർഷം പാലങ്ങൾ ഇതുപോലെ ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഫുഡ് സ്ട്രീറ്റിന്റെ ഒരു കാര്യം കൂടി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് ചർച്ചയിലാണ്, ചർച്ച നടക്കുന്നത്. ഇനി മുതൽ കോഴിക്കോട്ടേക്ക് എത്തുന്ന ആളുകൾക്ക് വളരെ മനോഹരമായ രീതിയിലുള്ള ഈ ദീപങ്ങളൊക്കെ കണ്ട് മാനാഞ്ചിറയിലെ കാറ്റൊക്കെ ഏറ്റ് വളരെ സുഖകരമായി ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടെയാണ് ടൂറിസം വകുപ്പ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇനി മുതൽ മാനാഞ്ചിറയിലേക്ക് എത്തുന്ന പുറമെയുള്ള ആളുകൾക്കും ഇതൊരു വലിയ അസുലഭ നിമിഷം തന്നെയായിരിക്കും. ഈ മനോഹരമായ കാഴ്ച മാനാഞ്ചിറയെ മാറ്റിമറിക്കുകയാണ്. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലാകെ വലിയ മാറ്റം ഈ സമീപ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധവും വൈവിധ്യവുമാർന്ന നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഒരുപക്ഷെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ പുതിയ അനുഭവങ്ങൾ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാകുന്ന വിധത്തിലാണ് ടൂറിസം വകുപ്പ് വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ അനന്തമായ ടൂറിസം സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ടൂറിസം വകുപ്പിന് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ വേളയിൽ ദീപാലങ്കൃതമായ നഗരങ്ങൾ നമുക്ക് കേരളത്തിലുടനീളം കാണാൻ കഴിയുന്നത്. നേരത്തെ തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഇപ്പോൾ കോഴിക്കോടും ഒരു പ്രത്യേക കേന്ദ്രമാക്കി തീരുമാനിച്ച് ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അതിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഫലപ്രദമായി ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു വളരെ അതിമനോഹരമായ ഒരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഒരുപാട് പദ്ധതികളിലൂടെ. ഇപ്പം നമ്മുടെ ഇടുക്കിയിലെ ചില്ലുപാലം, അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ മാനവീയ വീതിയിലൊക്കെ ഉള്ളതുപോലെ ഒരു നൈറ്റ് ലൈഫ് നമുക്ക് കോഴിക്കോടും കൂടെ പ്രതീക്ഷിച്ചൂടെ? മാത്രമല്ല, ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് കോഴിക്കോട് എന്നുള്ള റെക്കോർഡ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ആലോചന ഉണ്ടായിരിക്കും. തീർച്ചയായും ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ നമുക്കൊന്നും ഊഹിക്കാൻ കഴിയാത്ത അത്രമേൽ വലിയ സാധ്യതകളെയാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ മാനവീയ വീതിക്ക് സമാനമായ നിലയിൽ കോഴിക്കോടും നമുക്ക് ആ നിലയിൽ കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക, ജനങ്ങൾക്ക് ഏറ്റവും ആസ്വാദകരമാകുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തീർച്ചയായും ടൂറിസം വകുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യത്തിലൊന്നാണ്. അത് ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കുന്നു. ടൂറിസം വകുപ്പ് മന്ത്രി അത് നല്ല നിലയിൽ അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഈ അനുഭവങ്ങളും കാഴ്ചകളും എല്ലാം കാണുമ്പോൾ അറിയാനാവുന്നത്. ഞങ്ങളിന്ന് ഷോപ്പിങ്ങിനായിട്ട് വന്നതാ. ഇവിടെ രാത്രി കണ്ടപ്പോ നല്ല രസം തോന്നി, നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നപ്പോ ഇത്ര ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് സാധാ ഗ്രൗണ്ട് ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ കൊള്ളാം, സൂപ്പറായി. കോഴിക്കോട് എത്തിയപ്പോ ഇപ്പൊ കോളേജിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ രാത്രിയൊക്കെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയത്. അപ്പൊ സേഫ് ആയിട്ട് തന്നെയാ തോന്നിയത്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ മലപ്പുറത്താണ്. അപ്പൊ എനിക്ക് വലിയ വ്യത്യാസം അങ്ങനെ വലിയതായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും കൊറേ രാത്രിയൊക്കെ ഗേൾസ് ഒക്കെ കൊറേ നടക്കുന്ന കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഭാവിയിലെ ഡോക്ടേഴ്സ് ആണ് അല്ലേ? സന്തോഷം തോന്നുന്നുണ്ട്. സാധാരണ ഇവിടെ സമയത്ത് അങ്ങനെ കാണില്ല. അപ്പൊ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആളുകൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ. എന്താ പേരെന്താ? ബെൻസി. എവിടെയാ സ്ഥലം? വെള്ളിമാട്. എന്താ പേര്? ചേച്ചിയുടെ പേരെന്താ? ജൂലിയറ്റ്. എന്താ പേര്? രജിഷ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇടയ്ക്കൊക്കെ മാനാഞ്ചിറയ്ക്ക് വരുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം നൈറ്റ് ഒരു ഇരുട്ട് തന്നെയായിരുന്നു.
അപ്പൊ ഇത് അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് എന്താണ് പറയാ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ വളരെ എന്താ തോന്നുന്നത് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ? പറയാൻ വാക്കുകളില്ല. ഞാൻ കൊറേ ആയി വന്നിട്ട്, പക്ഷെ നല്ല മാറ്റം, ആകെ നല്ല ബ്യൂട്ടിഫുൾ ആന്ന് പറയാം. കുട്ടികൾക്കായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ വളരെയധികം സന്തോഷം. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? നല്ല സന്തോഷം തോന്നി ഇങ്ങനെ കണ്ടപ്പോ നല്ല സന്തോഷം മക്കളെ കൊണ്ടുവന്ന മക്കൾക്ക് നല്ല സന്തോഷം. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശരിക്കും അവർക്ക് നല്ല പിള്ളേർ ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. എന്താ സൂപ്പർ സൂപ്പർ? അടിപൊളി അടിപൊളി. എന്താ എങ്ങനെയുണ്ട് ലൈറ്റ് ഒക്കെ കണ്ടപ്പോ? സൂപ്പർ ഉണ്ട്. സൂപ്പർ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ, സെയിം ഇതേപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെയാ നാട്? എവിടെയാ? ഇവിടെ തന്നെ മെഡിക്കൽ കോളേജ്. ഇവിടെ തന്നെ. ഇത് ഈ മാനാഞ്ചിറ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ വന്നിരിക്കുന്ന, ഒരുപാട് കവികളൊക്കെ വന്നിട്ടുള്ള ഓർമ്മകളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ ഒരു നൈറ്റിൽ ഒരുപാട് ആൾക്കാർ എന്താണ് പരസ്പരം കണ്ടും ചിരിച്ചും ഒക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ നല്ല രസം തോന്നുന്നുണ്ട് അല്ലേ? ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ. അതെ അതെ, കാരണം പഴയ ഓർമ്മകളും കുറെ ആൾക്കാരോടൊക്കെ വന്ന് എത്രയോ ആൾക്കാർ കവികളും കവിതകളും അത് തീർച്ചയായും കോഴിക്കോട്ടെ ആളുകളെല്ലാം തന്നെ ഇതൊരു ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു മാനാഞ്ചിറ എല്ലാവരും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഇത് കുറെ കൂടി നല്ല രീതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് കേരള.